എന്താണ് ഉമ്മച്ചി ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞു ഉമ്മച്ചിനെ എന്തിനു വിഷമിക്കണില്ലേ? 2 ഡെലിവറി ഓൾറെഡി കഴിഞ്ഞ ആളാണ്. പിന്നെ എന്തിനു വിഷമിക്കുന്നത്? ഉമ്മച്ചി ആകെ കരഞ്ഞ് ഉമ്മച്ചി വെറുതെ കരഞ്ഞ് അത് കണ്ടപ്പോ കൂടി വിഷമായി. പ്രശ്നമില്ല, ഞാനുണ്ടല്ലോ കൂടെ. കഴിഞ്ഞ പ്രാവശ്യം ഡെലിവറിക്ക് എനിക്ക് കയറാൻ പറ്റില്ല, അതിന് മുമ്പത്തെ ഡെലിവറിക്ക് എനിക്ക് കയറാൻ പറ്റില്ല. ഇപ്രാവശ്യം ഞാൻ എന്തായാലും കയറും. ഡോക്ടർ പറഞ്ഞു നമുക്ക് കയറാം. ഒരു ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല അല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം. ഒരു ടെൻഷന്റെ കാര്യമില്ല. എന്ത് ടെൻഷൻ? ഒരു കാര്യമില്ല ടെൻഷന്. നാളെ ഇതിന്റെ ഇപ്പൊ ഈ ടെൻഷൻ എടുക്കണതിന്റെ ഒക്കെ സന്തോഷം എന്താവും? നാളെ നമ്മൾ പെട്ടെന്നാണ് വന്നതില്ലേ ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ കൂടുതൽ ആരോടും പറയാനൊന്നും പറ്റിയില്ല. കുറെ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങളുടെ അന്വേഷണങ്ങൾക്കൊക്കെ ഭയങ്കര താങ്ക്സ് കിട്ടാം. ഭയങ്കര താങ്ക്സ് ആണ്, ഭയങ്കര താങ്ക്സ്. ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എന്തായി ഏതായി എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട്. പറ്റുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഓളെ ഫോണും കൂടി ഞാനാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്മൾ റീപ്ലൈ തരും. പിന്നെ മാക്സിമം നമ്മൾ റീപ്ലൈ തരാമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ഒക്കെ ഒന്ന് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് നമ്മൾ എല്ലാവർക്കും ഉള്ള റീപ്ലൈ തരും. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു വീഡിയോസ് ചെയ്യും. ഇനി പിന്നെ എന്താ പറയാ, നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തുക. ഞാൻ കൊടുക്കാം നാളെ ബേബിനെ കേട്ടോ. കളിപ്പാട്ടില്ല കേട്ടാ. ഉമ്മച്ചിനെ ലാബ് റൂമിൽ കയറ്റി. ഇപ്പോൾ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ പ്രസവം ഉണ്ടാകുന്നതാണ് പറഞ്ഞത്. ഇൻഷാല്ലാ വാപ്പച്ചി കയറിയിരുന്നു. ഇപ്പോൾ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ കുട്ടിനെത്തി വരും. എല്ലാ എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ പാടുണ്ട്. അപ്പോൾ ഇനി 1 മണിക്കൂറും കൂടി ഉള്ളൂ ഇപ്പോൾ ടൈം. യേശു കരഞ്ഞ് പ്രശ്നമാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇനി ലാബ് റൂമിൽ കയറ്റില്ല യേശു. ഇനി കരഞ്ഞു കഴിഞ്ഞാൽ ലാബ് റൂമിൽ കയറ്റില്ല. ഉമ്മച്ചിനെ ഇനി പ്രസവം കഴിഞ്ഞിട്ട് ഇനി കാണുള്ളൂ. പ്ലീസ് യേശു, യേശു സാരില്ല. ഓക്കെ പ്ലീസ് കരയല്ലേ.